ربي بعد. സഹീഹ് തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിലെ കിതാബുൽ ഇഖ്ലാസിൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. അതിലടുത്തത് وعن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال فيما يروي عن ربه عز وجل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ إن الله كتب الحسنات والسيئات. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളും തിന്മകളും രേഖപ്പെടുത്തുന്നുണ്ട്. ثم بين ذلك في كتابه. അങ്ങനെ അത് വ്യക്തമാക്കും. فمن هم بحسنة فلم يعملها كتبه الله عنده حسنة كاملة. ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി അവൻ ഉദ്ദേശിച്ചു, അവൻ തീരുമാനിച്ചു, പക്ഷെ അവന് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. كتبه الله عنده حسنة كاملة. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ അതൊരു പൂർണ്ണമായ നന്മയായിട്ട് രേഖപ്പെടുത്തും. فإن هم بها فعملها. അങ്ങനെ അവൻ തീരുമാനിച്ചത് അവൻ ചെയ്തു, ഒരു സൽക്കർമ്മം അവൻ പ്രവർത്തിച്ചു. كتبه الله عنده 10 حسنات إلى 700 ضعف. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 നന്മകളായിട്ട്, അതല്ലെങ്കിൽ 700ഓളം ഇരട്ടി നന്മകളായിട്ട് രേഖപ്പെടുത്തും. ഇലാ ദുആഫിൻ കസീറത്തിൻ. 700 മാത്രമല്ല, അതിന് പുറമെ അല്ലാഹു എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത്ര. വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ. ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അങ്ങനെ അവൻ അത് ഒഴിവാക്കി, അല്ലാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കി. കതബഹുല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില. അല്ലാഹു അത് ഒരു നന്മയായിട്ട് അവന്റെ മേലെ രേഖപ്പെടുത്തും. വഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹാ. എന്നാൽ അവൻ ചെയ്യാൻ തോന്നിയ പാപം അവൻ ചെയ്താൽ കതബഹുല്ലാഹു സയ്യിഅതൻ വാഹിദതൻ. അല്ലാഹു തആല ഒരു തിന്മയായിക്കൊണ്ട് മാത്രം അത് രേഖപ്പെടുത്തും. ചില റിവായത്തുകളിൽ ഔ മഹാഹ വലാ യഹ്ലികു അലല്ലാഹി ഇല്ലാ ഹാലികുൻ. ചില റിവായത്തുകളിൽ അള്ളാഹു അത് മായ്ച്ചു കളയും, അള്ളാഹുവിന്റെ അടുക്കൽ നാശം സംഭവിച്ചവനല്ലാതെ നശിക്കുകയില്ല എന്ന് വന്നത് കാണാം. ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെ വേറെയും ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ വഇൻ തറകഹാ മിൻ അജ്ലി, എനിക്ക് വേണ്ടി അവൻ ആ പാപം ഒഴിവാക്കിയാൽ എന്ന രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മേലെ നൽകിയിട്ടുള്ള വലിയൊരു ഔദാര്യമാണ്. കാരണം നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് അവൻ തീരുമാനിച്ച് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ നന്മ ചെയ്യാൻ അവൻ സാധിച്ചില്ല. അപ്പൊ ഒരാൾ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു, അവൻ സിദ്ഖോട് കൂടി സത്യസന്ധമായിട്ട് നൽകാൻ തീരുമാനിച്ചതാണ്. പക്ഷെ ചില കാരണങ്ങളാൽ നൽകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്കരിക്കാനോ നോമ്പ് വെൽക്കാനോ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ. പക്ഷെ അല്ലാഹു തആല അവന്റെ ആ തീരുമാനത്തിന് സിദ്ഖോട് കൂടി ആയിരിക്കണം, വെറുതെ തീരുമാനിക്കുന്നതല്ല. അല്ലാഹുവിനറിയാം അവൻ സത്യസന്ധമായി ആഗ്രഹിച്ചതാണോ തീരുമാനിച്ചതാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുന്ന, ചെയ്തിട്ടില്ലെങ്കിൽ കൂടി. ഇനി തിന്മയുടെ വിഷയത്തിലോ, തിന്മ ചെയ്യാൻ തോന്നി, പല തിന്മകളോട് ആഗ്രഹം തോന്നും, താല്പര്യം തോന്നും, അങ്ങനെ അവൻ തോന്നി, പക്ഷെ പിന്നീട് അവൻ അള്ളാഹുവിന് വേണ്ടി ആ തിന്മ ഒഴിവാക്കാണ്, തെറ്റാണ് എന്ന ബോധത്തിൽ അവൻ ഒഴിവാക്കാണ്. ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവന് ഒരു തിന്മയാണ് രേഖപ്പെടുത്തുക. നന്മയുടെ വിഷയം പറഞ്ഞു കൊടുത്തോ, ഒരു നന്മ എന്നല്ല പറഞ്ഞത്, 10 ഇരട്ടിയോ 700 ഇരട്ടിയോ അതിനേക്കാൾ മുകളിലായിക്കൊണ്ട് അള്ളാഹു തആല രേഖപ്പെടുത്തും. അപ്പൊ ഈ ഹദീസ് മഹത്തായ ഒരു ഔദാര്യത്തെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നിയ്യത്തുകളെ അത് സിദ്ഖോടുകൂടി സത്യസന്ധതയോടുകൂടി ആക്കി കഴിഞ്ഞാൽ നന്മകൾ ചെയ്യുന്നതിൽ അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഫലം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നിയ്യത്ത് എന്നുള്ളത് ഉലമാക്കൾ പറയാറുണ്ട്, തിജാറത്തുൽ ഉലമാ എന്നാണ്. അറിവുള്ളവരുടെ, പണ്ഡിതന്മാരുടെ കച്ചവടമാണ് നിയ്യത്തുകൾ എന്ന് പറഞ്ഞു. കാരണം അവർക്കറിയാം എങ്ങനെയാണ് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കുക എന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നി ഫജ്ർ കഴിഞ്ഞ് പോകുമ്പോഴും ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്, ളുഹാ സമയത്ത് വന്നപ്പോഴും അവരവിടെ ഇരിക്കുന്നു. ജുബൈല റളിയല്ലാഹു അൻഹ ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോ ഇത്രയും നേരം ദിക്റിലായിരുന്നോ എന്നുള്ളതിന് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നേരം ചൊല്ലിയതിന് പകരമായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിള നഫ്സി എന്നുള്ള ആ ദിക്ർ അത് 3 തവണ ചൊല്ലിയാൽ അതിന് ഒപ്പം എത്തുമായി
കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് ഉലമാക്കൾ പറയുന്നുണ്ട്, പണ്ഡിതന്മാർക്ക് മനസ്സിലാവും, അറിവുള്ളവർക്ക് അറിയും, ചെറിയ കാര്യം കൊണ്ട് തന്നെ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അത് അറിവിന്റെ മഹത്വം കൂടിയാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നിയ്യത്തിന്റെ ഫദ്ല് മനസ്സിലാക്കാം. അടുത്തത് വഅൻ മഅൻ ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുമാ ഖാല كان أبي يزيد أخرج دنانير يتصدق بها. സ്വഹാബിയായിരുന്ന മഅൻ ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, എന്റെ ഉപ്പ യസീദ് ഒരിക്കൽ സ്വതക്ക കൊടുക്കാൻ വേണ്ടി കുറച്ച് ദിനാറുകൾ എടുത്തു, സ്വതക്ക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ ദിനാറുകൾ മസ്ജിദിലുള്ള ഒരാളെ ഏൽപ്പിച്ചു, അഥവാ ഏതെങ്കിലും സാധുക്കൾക്ക് നൽകണമെന്ന് പറഞ്ഞ് മസ്ജിദിലുള്ള ഒരാളെ ഏൽപ്പിച്ചു. മകൻ പറയാണ്, അഥവാ യസീദ് വാപ്പയാണ് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചത്. മകൻ പറയാണ്, ഞാൻ ആ ഏൽപ്പിച്ച ആളുടെ അടുത്ത് ചെന്നു, എന്നിട്ട് അയാളിൽ നിന്ന് ഞാനത് വാങ്ങി. കാരണം മകൻ ദരിദ്രനാണ്. അപ്പോ മകൻ എന്ത് വാങ്ങി? സ്വതക്ക കൊടുക്കാൻ ഏൽപ്പിച്ചാണ് വാപ്പ, ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പൊ അയാളിൽ നിന്ന് മകൻ തന്നെ വാങ്ങി. മകൻ വാങ്ങിയിട്ട് വാപ്പാന്റെ അടുത്ത് വീട്ടിലേക്ക് ചെന്നു, വാപ്പാന്റെ അടുത്തേക്ക് ചെന്നു. ഫഖാല, അപ്പൊ വാപ്പ ഞാൻ ഒരാളെ ഏൽപ്പിച്ചത് മകനാണ് വാങ്ങിയത് എന്നറിഞ്ഞപ്പോൾ യസീദ് പറഞ്ഞു, ഉപ്പ പറഞ്ഞു, വല്ലാഹി മാ ഇയ്യാക അറദ്തു, ഞാൻ നിനക്കുദ്ദേശിച്ചിട്ടല്ല അത് അവിടെ കൊടുത്തത്, വേറെ ആരെങ്കിലും പുറത്തുള്ള സാധുക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഏൽപ്പിച്ചത്, നിന്നെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ മകൻ പറയാണ്, ഫഖാസംതുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ വിഷയമായി ചെന്നു. കാരണം മകൻ ദരിദ്രനാണെങ്കിൽ മകൻ അതിന് അവകാശിയാണ്. ഉപ്പ അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത് ആ വിഷയമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി രണ്ടാളും. ഫഖാല, അപ്പൊ ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലകമാ നവൈത യാ യസീദ്, യസീദ് നീ എന്താണ് ഉദ്ദേശിച്ചത് അത് നിനക്കുണ്ട്. നിന്റെ നിയ്യത്ത് എന്തായിരുന്നോ, ഒരു സാധുവിന് സ്വതക്ക കൊടുക്കണം എന്നുള്ളതായിരുന്നു, അത് നിനക്കുണ്ട്. വലകമാ അഖദത യാ മഅൻ, മഅനെ നിനക്ക് നീ എടുത്തത് നിനക്കുമുണ്ട്. അതായത് യസീദ് വേറെ ഏതോ ഒരു സ്വന്തം മകന് വേണ്ട, മകന് വേറെ കൊടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചത് മകനാണ് കിട്ടിയത്. പക്ഷേ നീ നിയ്യത്ത് വെച്ച് നിനക്കുണ്ട്, നിനക്ക് ലഭിച്ചത് നിനക്കുമുണ്ട് എന്ന് വാപ്പാനോടും മകനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നമ്മൾ ഒരു അമലിന് നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കത് സത്യസന്ധമായി നിയ്യത്തുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ആവേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നില്ല എന്നതിന്റെ പേരിൽ നമുക്ക് നിരാശ വേണ്ട. കാരണം നമ്മുടെ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെങ്കിൽ അതവിടെ നടന്നിട്ടുണ്ടാകും. അതറിയിക്കുന്ന, ഇതേ ആശയം അറിയിക്കുന്ന മറ്റൊരു ഹദീസാണ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, أبو هريرة رضي الله عنه പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قال رجل لا أتصدقن بصدقة, ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്തായാലും സ്വതക്ക നൽകും. فخرج بصدقته فوضعها في يد سارق, അങ്ങനെ രാത്രിയിൽ അയാൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടി പോയിട്ട് അയാൾ അവിടെ കണ്ട ഒരാൾക്ക് സ്വതക്ക കൊടുത്തു. പക്ഷെ അതൊരു കള്ളനായിരുന്നു നൽകിയത്. فأصبحوا يتحدثون تصدق الليلة على سارق, പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ആളുകൾ പറഞ്ഞു, ഇന്നലെ രാത്രി ആരോ കള്ളന് സ്വതക്ക കൊടുത്തിട്ടുണ്ട്. فقال اللهم لك الحمد على سارق, ഈ കൊടുത്ത വ്യക്തി പറഞ്ഞു, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഞാൻ ഒരു കള്ളനായല്ലോ കൊടുത്തു പോയത്. لا تصدقن بصدقة, അയാൾ പറഞ്ഞു ഇനിയും ഞാൻ സ്വതക്ക കൊടുക്കും. فخرج بصدقته فوضعها في يد زانية, രണ്ടാമത്തെ ദിവസം അതുപോലെ രാത്രിയിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തു, പക്ഷെ അതൊരു വ്യഭിചാരിണിക്കാണ് കൊടുത്തത്. ഫാസ്ബഹു യതഹദ്ദസൂന തുസദ്ദിഖ അൽ-ലൈലത അലാ സാനിയത്തിൻ, രാവിലെ ആയപ്പോൾ ആളുകൾ പറഞ്ഞു, അതാ ഒരു വ്യഭിചാരിണിക്ക് ഇന്നലെ ആരോ സദഖ നൽകി. ഫഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാനിയത്തിൻ, അയാൾ പറഞ്ഞു, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഒരു വ്യഭിചാരിണിക്കാണല്ലോ ഞാൻ കൊടുത്തു പോയത്. ലാ തുസദ്ദിഖന്ന ബിസദഖത്തിൻ, അയാൾ പറഞ്ഞു ഞാൻ വീണ്ടും സദഖ കൊടുക്കും. ഫഖറജ ബിസദഖതിഹി ഫവളഅഹാ ഫി യദി ഖനിയ്യിൻ, അങ്ങനെ അയാൾ അയാളുടെ സമ്പത്തുമായി ചെന്ന് രാത്രിയിൽ ഒരാൾക്ക് കൊടുത്തു, പക്ഷെ അതൊരു സമ്പന്നനാണ് കൊടുത്തത്. ഫാസ്ബഹു യതഹദ്ദസൂൻ, പിറ്റേന്ന് രാവിലെ ആളുകൾ പറഞ്ഞു, തുസദ്ദിഖൽ ലൈലത അലാ ഖനിയ്യിൻ, ഇന്നലെ രാത്രി ആരോ സമ്പന്നന് സദഖ കൊടുത്തു. ഫഖാല, അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, അലാ സാരിഖിൻ വസാനിയത്തിൻ വഗനിയ്യിൻ, എന്റെ സദഖ കള്ളനും വ്യഭിചാരിണിക്കും സമ്പന്നനും അർഹതയില്ലാത്ത ആളുകളുടെ കയ്യിലാണല്ലോ എത്തിയത്. ഫഉതിയ ഫഖീല ലഹു, അങ്ങനെ ഈ വ്യക്തിയോട് അറിയിക്കുക. ഈ വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും നല്ലൊരു ഉദ്ദേശത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി കൊടുത്ത കാര്യമാണ്, പക്ഷെ അർഹതയില്ലാത്ത ആളുകളെ കിട്ടിയത്. പക്ഷെ അയാൾ അറിയിക്കപ്പെട്ടു, അമ്മാ സദഖതുക അലാ സാരിഖിൻ ഫലഅല്ലഹു അയസ്തഇഫ് അൻ സരിഖതിഹി,
നീ കള്ളന് കൊടുത്ത സ്വതക്ക ഒരുപക്ഷെ എന്തായിട്ടുണ്ടാകും, ആ കള്ളന് ഇനി എനിക്കും സ്വതക്ക കിട്ടുന്നുണ്ടല്ലോ, ഇനി ഞാൻ എന്തിനാ ഈ കക്കുന്നത് എന്നുള്ളതിൽ ആ തിന്മയിൽ നിന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടാവും. വ്യഭിചാരിണിക്ക് തനിക്ക് വരുമാനം കിട്ടാൻ പണമുണ്ടാക്കാനും വ്യഭിചാരത്തിൽ, അപ്പൊ അല്ലാതെ തന്നെ തനിക്ക് പണം ലഭിക്കുന്നുണ്ട് എന്നുകൊണ്ട് ആ തിന്മയും അവസാനിപ്പിച്ചേക്കാം. സമ്പന്നനായിട്ടുള്ള ആള് അയാൾക്കൊരാള് സ്വതക്ക കൊടുത്തു എന്ന് ആലോചിച്ചിട്ട് അയാളുടെ സമ്പത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് സ്വതക്ക കൊടുക്കാൻ അതൊരു കാരണമായേക്കാം എന്ന് പറഞ്ഞു. ചില റിവായത്തിൽ അദ്ദേഹത്തെ അറിയിക്കപ്പെട്ടു, അവൻ നിന്റെ സ്വതക്കുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ നിയ്യത്താണ് നമ്മുടെ അമലുകൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ബാഹ്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമുക്കത് നമ്മൾ ചെയ്തതിന്റെ നേരെ എതിരായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു ഉപദ്രവം നമുക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ അറിയാതെ തന്നെ അതിന്റെ ഒരു ഫലം, അതിന്റെ ഒരു ഗുണം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. നാളെ പരലോകത്താണ് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയുള്ളൂ. ഇതും ചെയ്യുന്ന കർമ്മങ്ങളുടെ നിയ്യത്തും നിയ്യത്തിലെ ഇഖ്ലാസും സിദ്ഖിനെയും അറിയിക്കുന്നതാണ്. ഈ കിതാബുൽ ഇഖ്ലാസിലെ അവസാനത്തെ ഹദീസ്, വഅൻ അബി ദർദാ യബ്ലുഗു ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, മൻ അതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈൽ, ആരെങ്കിലും അവന്റെ കിടപ്പറയിലേക്ക് എത്തുകയാണ്, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അവൻ നിയ്യത്ത് വെക്കുകയാണ്, രാത്രി നിസ്കരിക്കണം എന്നുള്ള നിയ്യത്ത് വെച്ചിട്ടാണ് അവൻ കിടക്കുന്നത്. ഫഗലബത്ഹു ഐനുഹു ഹത്താ അസ്ബഹ, പക്ഷേ രാവിലെ ആകുന്നത് വരെ അവൻ ഉറങ്ങി. അതായത് രാത്രി നിസ്കരിക്കാൻ അവന് സാധിച്ചില്ല, അവൻ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട് ഉറങ്ങിപ്പോയി. കുതിബ ലഹു മാ നവാ, അല്ലാഹു തആല അവൻ നിയ്യത്ത് വെച്ച് രേഖപ്പെടുത്തും. വകാന നൗമുഹു സദഖതൻ അലൈഹി മിൻ റബ്ബിഹി, അവന്റെ ഉറക്കം അവന്റെ മേലെയുള്ള അല്ലാഹുവിന്റെ സ്വതക്കയാണ്. അതായത് സത്യസന്ധമായ നിയ്യത്ത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് വെച്ചുകൊണ്ട് ഒരാൾ കിടന്നു, അയാൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാൾക്ക് ആ നിയ്യത്ത് വെച്ചത് കൊണ്ടുള്ള പ്രതിഫലം ഉണ്ട് എന്നാ, ആ നിയ്യത്ത് വെച്ചതിന് പ്രതിഫലം ഉണ്ടാവുന്ന, അവന് ആ ഉറക്കം പിന്നെ ഒരു സ്വതക്കയാണ്. കർമ്മം അവൻ ചെയ്തിട്ടില്ല, പക്ഷെ അവന്റെ നിയ്യത്ത് കൊണ്ട് അവൻ പ്രതിഫലം നേടിയെടുക്കുകയാണ്. അതാണ് നിയ്യത്തിൽ, വെറും നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, വെറുതെ ഇങ്ങനെ തോന്നലല്ല, അത് സത്യസന്ധമായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനമായിട്ടുണ്ട് എങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അതിന്റെ പ്രതിഫലം അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോ ഗൗരവത്തിൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സലഫുകൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് അവരുടെ നിയ്യത്ത് എന്താണ്, അത് സിദ്ഖോട് കൂടിയുള്ളതാണോ എന്നത്. നേരെയാവാൻ ഒരുപാട് പണിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പരിശ്രമിച്ചാൽ കുറഞ്ഞ കർമ്മങ്ങൾ കൊണ്ട് ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യവുമാണ്. എന്നിട്ട് ഹാഫിദ് അബ്ദുൽ അസീം അൽ മുൻദിരി റഹിമഹുള്ള ഈ കിതാബ് അവസാനിപ്പിച്ച് പറയുന്നുണ്ട്, വസയഅതി അഹാദീസ് മിൻ ഹാദാ النوع متفرقة في أبواب متعددة من هذا الكتاب إن شاء الله تعالى. ഈ വിഷയത്തിൽ ഇഖ്ലാസും സിദ്ഖും അതുപോലെ തന്നെയുള്ള വിഷയങ്ങളിൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വേറെയും പല ഭാഗങ്ങളിൽ ഈ കിതാബിൽ വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.